വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമില് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയായ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം കുളപ്പുള്ളി ലീല ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാം. ആദ്യത്തെ പടത്തിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു കലാകാരിയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചേച്ചിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്രയും നല്ല ക്യാരക്ടേഴ്സ് ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും നല്ലൊരു അതുല്യ കലാകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് മാത്രമല്ല കേട്ടോ, ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിന് പുറമെ എല്ലാ ചേച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ കുളപ്പുള്ളി ലീല ചേച്ചി. അപ്പൊ എന്താണെങ്കിലും നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചേച്ചിയുടെ ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അത് അപ്പം നമുക്ക് പുറത്തേക്ക് കിട്ടും. അങ്ങനെ ഒരാൾ കൂടിയാണ് നമ്മുടെ കുളപ്പുള്ളി ലീല ചേച്ചി. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചേച്ചിയോട് തന്നെ ചോദിച്ചാൽ. അപ്പം ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, കുറെ അധികം പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് മലയാളം മൂവി എന്ന് പറയുമ്പോൾ അയാൾ കഥ എഴുതുകയാണ്. അപ്പൊ അതിലേക്ക് വന്ന ഒരു ഇത് പറയാം. എനിക്ക് വന്നതൊന്നൊക്കെ എൻ്റെ നാടകം കണ്ടു കമൽ സാറ് ദൈവഭാഗ്യത്തിന്. ഞാൻ അങ്കമാലി അഞ്ജലിയിൽ മണവാട്ടി എന്നുള്ള നാടകം കളിച്ചിരുന്നു. അതിനകത്തൊരു പുതുപ്പണക്കാരത്തിയായിട്ടാണ്. അപ്പോൾ ആ നാടകം കണ്ടു. സാറിന് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. 3-ാമത്തെ വർഷത്തിലാണ് അയാൾ കഥ എന്നുള്ള പടം തുടങ്ങിയത്. അപ്പോൾ അതിലത്തെ അക്ബർ എന്ന് പറയും, കമൽ സാറിൻ്റെ അസോസിയേറ്റ്, അന്ന് അസിസ്റ്റൻ്റാണ്. അന്ന് സൂര്യൻ കുരിശ്ശേരിയും പിന്നെ ഞാൻ വിളിക്കുന്ന ഒരു ആളും കൂടി ഉണ്ട്, അവനും കൂടിയാണ്. പേര് ഞാൻ മറന്നുപോയി, അവൻ്റെ പേര്. അവർ 2 പേരാണ്. ഇവൻ അസിസ്റ്റൻ്റാണ് അന്ന്. അങ്ങനെ അവൻ്റെ ഒരു കൂട്ടുകാരനാണ് ജോഷി നമ്പിക്കടവിൽ എന്ന് പറയും, എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സാറ് ഈ നാടകം കണ്ടിട്ട്, അന്ന് ഞാൻ അങ്കമാലി അഞ്ജലിയിലാണ്, പിറ്റത്തെ കൊല്ലം ഞാൻ കൊല്ലം ചൈതന്യയിലാണ് കളിക്കുന്നത്. ആ വർഷത്തിലാണ് ഈ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളിങ്ങനെ അന്നൊരു നാടകം കണ്ടില്ലേ ഒരു വേദിയിൽ, അവരെ വിളിക്കാമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ചപ്പോൾ ഈ അക്കു ജോഷിയുടെ കൂട്ടുകാരനാണ്. അങ്ങനെ ജോഷി ആണ് വിളിച്ച് എന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അക്കു ജോഷിയോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവർ സിനിമയിലേക്കാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജോഷിയാണ് എന്നെ വന്ന് വിളിച്ചത്. ഞാനും ജോഷി കളിച്ചിരുന്ന അങ്കമാലി അഞ്ജലിയിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ കൊല്ലം ചൈതന്യ കളിക്കുമ്പോഴാണ് ഈ മൂവിക്ക് വിളിച്ചത്. കമൽ സാറാണ് എന്നെ ആദ്യമായിട്ട് മൂവിയിലേക്ക് കൊണ്ടുവന്നത്. അത് ഇന്ന് വരെ ഏറ്റവും നല്ല രീതിയിൽ രജനീകാന്തിന്റെ മുത്തശ്ശിയായിട്ട് വരെ അഭിനയിക്കാൻ സാധിക്കും. അന്നാത്ത മുത്തു രജനീകാന്തിന്റെ ചീത്ത പറയുന്നത് അത് അന്ന് ഞാൻ നാടകത്തിന് പോണ സമയം. അപ്പൊ ഡയലോഗ് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വേണം, രജനീകാന്തിന്റെ ചീത്ത പറയാനെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും മടി. ഞാൻ പറഞ്ഞു, എനിക്ക് ആരും ചീത്ത പറഞ്ഞാലും പള്ളിക്ക് ആരും ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല. ഒരേ ഒരു കാര്യം ഞാൻ പറയുള്ളൂ, എല്ലാ ഇന്റർവ്യൂവിലും ഏത് വേഷവും ചെയ്യും, പക്ഷെ തുണി വേണം, പണം വേണം. അത് രണ്ടും മസ്റ്റാണ്. ആ തുണി എന്ന് പറഞ്ഞപ്പോ എല്ലാരെ പോലെ പെരുവരിലൊന്നും മൂടണ്ട, ഒരു മുട്ടിന് താഴെ ഇവിടെ വരെ തുണി വേണം, ഇവിടുന്ന് മേലോട്ടില്ല. അതുപോലെ പണം വേണം. കാരണം എനിക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ പിന്നെ 95 വയസ്സായ അമ്മയാണ്, കണ്ടില്ലേ ഞങ്ങൾ എൻ്റെ അമ്മേനെ. അപ്പോൾ അതാണ്, അത് രണ്ടും വേണം. അപ്പം അങ്ങനെ കമൽ സാറാണ് എന്നെ കൊണ്ടുവന്നത്. അതെനിക്ക് ഇതുവരെ നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പല പ്രാവശ്യം സാറിനെ കണ്ടു, ഞാൻ സാറിനെ വിളിച്ചു പറയാറുണ്ടായിരുന്നു. കസ്തൂരിമാൻ ചെയ്യുമ്പോഴും ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാർ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നെ ഞാനും സാറും ഒരു സ്റ്റേജിൽ വരെ വന്നു. സാറിനോട് ഇനിയിപ്പോൾ സാറിനെ ഒന്ന് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. സാർ എവിടെ എന്താ ഏതൊന്നും അറിയില്ല. ഇപ്പൊ അല്ലല്ല പടമൊന്നുമില്ല. സാറിനെ ഒന്ന് കാണാൻ, സാറല്ലേ എന്നെ പേരിലേക്ക് കൊണ്ടുവന്നത്. സാറ് എന്ന നാടകം കണ്ടിട്ട് സാറാണ് എന്നെ വിളിച്ചത്. ആ ഒരു നന്ദി എനിക്ക് സാറിനോട്, അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. അതുപോലെ ആ കസ്തൂരിമാൻ ആണ് എനിക്ക് ഏറ്റവും പേരെടുത്തത്. ലോയി സാറ്. കസ്തൂരിമാനാണ് എനിക്ക് തമിഴിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. തമിഴിലും കസ്തൂരിമാന്റെ കസ്തൂരിമാൻ ഞാനും പിന്നെ ഷമ്മിയും, ഞങ്ങൾ അമ്മയും മോനും, പിന്നെ മീര ആ ക്യാരക്ടർ, ആ സെയിം ക്യാരക്ടർ, അനീഫ്കയും ആ ക്യാരക്ടർ. ബാക്കി അത് എല്ലാം തോന്നുന്നുണ്ട്. അത് പ്രസന്ന. പിന്നെ ലിഷോയെ ചെയ്തത് വേറെ, അവിടുത്തെ സാറിന്റെ പേര് ഇപ്പൊ ഞാൻ മറന്നുപോയി. അതെല്ലാം തമിഴന്മാരും.
അപ്പൊ ചേച്ചിക്ക് ഈ നമ്മൾ മലയാളം മൂവി ചെയ്യുമ്പോഴും തമിഴ് മൂവി ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അല്ല ചേച്ചിക്ക് സെറ്റിൽ പോകുമ്പോൾ അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാഷയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതും വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡബ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ രണ്ടെണ്ണം ഡബ് ചെയ്തു. ഒന്ന് എൻ ശ്വാസമേന്ന് ഒരു മണിപ്രസാദ് ക്യാമറ മണിപ്രസാദ് ഉണ്ടായിരുന്നു, മലയാളി. അവൻ എൻ ശ്വാസമേ എന്നുള്ള ഒരു തമിഴ് ചെയ്തു. അത് എൻ ജീവനേന്ന് മലയാളത്തിലും ഉണ്ട്. രണ്ട് ഷൂട്ട് തന്നെയാണ് ചെയ്തത്, അല്ലാണ്ട് ഡബിങ് അല്ല. അപ്പോൾ അത് ഞാൻ ഡബ് ചെയ്തു. പിന്നെ ഒരു വദന്തി എന്നുള്ള ഒരു വെബ് സീരീസ്, അതെല്ലാം തമിഴന്മാരുടെയായിരുന്നു, അതും ഞാൻ ഡബ് ചെയ്തു. ബാക്കിയെല്ലാം ഡബ് ചെയ്യുന്നത് വേറെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ കസ്തൂരിമാൻ ഡബ് ചെയ്ത് അവരെ കൊണ്ട് തന്നെയാണ് ഡബ് ചെയ്യിക്കുന്നത്. ഏകദേശം എൻ്റെ വോയിസ് തന്നെയാണ്. തമിഴർക്ക് എൻ്റെ വോയിസ് അറിയില്ലല്ലോ. പക്ഷെ വോയിസ് അറിയുന്നത് മാത്രമല്ല, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്യാരക്ടർ നമുക്കൊരു ജീവൻ കൊടുക്കാൻ പറ്റും. നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ നമ്മളത് അഭിനയിക്കുമ്പോൾ നമുക്കത് അത്ര ആയില്ലെങ്കിൽ നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതെ. ചേച്ചി ഇപ്പൊ മലയാള സിനിമയിലൊന്നും കാണാനില്ലല്ലോ, അത് ഈ റെമ്യൂണറൈസേഷന്റെ ചേച്ചി കൂട്ടിയിട്ടാണോ? അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നമ്മളെ കേട്ടു. എന്റെ പൊന്നെ, എന്നെ കുറിച്ച് കേട്ടില്ലെങ്കിലേ അത്ഭുതമാണ്. കാരണം ഒരു തമിഴിൽ പോയിട്ട് ആ ഒരു സാറിന്റെയും വിജയുടെയും വേറെ ഒരു പടം കൂടി 2-3 മലയാള പടം ഒരുമിച്ച് തമിഴ് പടം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിന് അവരൊരു ചാനലിലിട്ടു. വലിയ ദളപതിയുടെ സെറ്റിൽ നിന്നും ചെറിയ ദളപതിയുടെ സെറ്റിൽ നിന്നും അവിടെ നിന്നും സുന്ദർസിയുടെ സെറ്റിലേക്ക് സുന്ദർസിയുടെ അരൺമണിത്രേ ഒക്കെ കൂടി ഇട്ടു. അതിന് മലയാളത്തിൽ എന്താ പറഞ്ഞുണ്ടാക്കിയതെന്ന് വെച്ചാൽ തമിഴിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, മലയാളത്തിൽ ഇനി ചെയ്യുന്നില്ല. പിന്നെ ഭയങ്കര പേയ്മെന്റ് ആണ്, ഞാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെയ്യാമായിരുന്നു അവിടെ ചെന്നിട്ട്. അതെനിക്ക് അറിയണില്ല. അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കാം. പിന്നെ 15 രൂപ കൂടുതൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസേഴ്സ് ഏതെങ്കിലും ഒരു പടത്തിൽ കിട്ടിയിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. 15 രൂപ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മൂക്ക് വേർക്കും. അപ്പൊ മലയാളത്തിലത്തെ കഥ. പിന്നെ ഞാൻ എന്താ ഇവരോട് സമാധാനം പറയേണ്ടത്? അപ്പൊ അങ്ങനെയുള്ളൊരു വെറുതെ പറഞ്ഞുണ്ടാക്കാം. ഞാൻ ഒരാളോട് ഞാൻ ഇന്ന് വരെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കാറില്ല. അവരോട് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു ഇതില്ലേ. 10-400 മലയാള പടം ചെയ്തിയാണ്, 10-20 തമിഴ് പടം ചെയ്തിയാണ്. അപ്പൊ ഒരു 5 രൂപയ്ക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ ഒരു മലയാള പടം ചെയ്യാച്ചാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ശരിയാ അല്ലെ? നിങ്ങൾ തന്നെ പറ. അത് ഞാൻ ഇത്രയില്ല, ഇന്ന് വന്നവർക്കുണ്ട് 10, 50, 60 ഒക്കെ അവർ കൊടുക്കും. അവരെത്രയോ കൊടുത്തോട്ടെ, നമുക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനുള്ള നമുക്കൊരു സാമാന്യൊരു മര്യാദ വേണ്ടേ? 15 രൂപ ഞാൻ പറഞ്ഞ എന്താ ഒരു പ്രശ്നം? ഇപ്പൊ ഞാൻ പറയും 20 രൂപ. 20 രൂപ പറഞ്ഞാലേ 15 കിട്ടുള്ളൂ. അപ്പൊ എല്ലാരും കേൾക്കുമല്ലോ. അപ്പൊ ഇതാരും അകത്ത് വെച്ച് കൂട്ടാനുള്ളതല്ലല്ലോ. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പ്രശ്നമില്ല, ഉള്ളിലൊന്നും വെച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ പറയാത്ത കാര്യങ്ങളല്ലേ പറയണത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് തലക്കനൊക്കെ ഉണ്ടെന്നുണ്ട്. തലയിൽ എന്ത് വെച്ച് നടന്നാലേ കനം വെക്കിയെന്ന് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം മുടിയാണെങ്കിൽ ഇല്ല കനം കൂട്ടാന്. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അത് ആര് പറഞ്ഞവരെന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് തോന്നും, അയ്യോ ഞങ്ങൾ ആ പാവത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായി പോയി എന്നുള്ളത്. അവരെ കുറിച്ച് പാരകൾ വരുമ്പോ അവർക്ക് അറിയുള്ളൂ. പക്ഷെ എനിക്ക് ആര് പാര പണിതാലും എനിക്ക് കേൾക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്. എന്റെ അമ്മയ്ക്ക് 95 വയസ്സായി. ഈ കർക്കിടക മാസത്തിൽ 95 വയസ്സ് കഴിഞ്ഞ് 96 വയസ്സാവും. ആ അമ്മയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കാനാണ് എനിക്ക് ഒരു വർക്ക്. അല്ലാതെ എനിക്ക് തലയ്ക്ക് ആട്ടിലും അമ്മിക്കാലിലും ഒന്നും തലയിലും കക്ഷത്തൊന്നും വെച്ച് നടക്കാനുള്ള താല്പര്യം ഇല്ല എനിക്ക്. ആ വർക്ക് ചെയ്യണം, പൈസ കിട്ടണം, എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണം. അമ്മയുടെ കാലം കഴിയുന്നവരെ എനിക്ക് 16 വയസ്സാണ്. എനിക്ക് വർക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ. എന്നാലും ഞാൻ ഒരാളുടെയും കാല് പിടിക്കാൻ പോകാറില്ല. ഞാൻ ഒരാളോട് എനിക്കൊരു വർക്ക് തരുമെന്ന് ചോദിക്കാറില്ല. ഇപ്പൊ നാളൊരു സീരിയലിന് വിളിച്ചു, 2-3 സീരിയലിന് വിളിച്ചു. ആ സീരിയലിന്റെ പേരുകളൊക്കെ ഒന്നും ഞാൻ പറയണില്ല. ഒരു സീരിയലിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സീരിയലിന് ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒരെണ്ണത്തിനെ വിളിച്ച് അതിന്റെ പേയ്മെന്റ് പറഞ്ഞു, അതും ഞാനില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഒരു സീരിയലിന് വിളിച്ചു. അല്ല, സീരിയലിന് വിളിച്ചു, ഞാനൊരു പേയ്മെന്റും പറഞ്ഞു. പിന്നെ യെസ് ഓർ നോ ഇല്ല, പിന്നല്ല വേണ്ട. പിന്നെ ഒരു സീരിയലിന് വിളിച്ചപ്പോ ലാസ്റ്റ്. അപ്പൊ ആ സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതെനിക്ക് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ തമാശക്ക് ഈ വിളിച്ച വ്യക്തിയോട് ഞാൻ കാര്യം പറഞ്ഞു, പൈസ തമാശക്ക് ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് എന്നോട് പറഞ്ഞ ക്യാരക്ടർ വേറെ ആള് ചെയ്യുന്നതാ കണ്ടത്. കളിവീട് അതായത് അവര് സീരിയസ് ആക്കിയാലും അവർക്ക് ആലോചിച്ചറിയാലോ. ഞാൻ ആ പറഞ്ഞ പേയ്മെന്റ് ഞാൻ പറഞ്ഞ 10-20,000 രൂപ വന്നേക്കെന്ന് പറഞ്ഞു. ഒരു മലയാള സീരിയലിന് കുഴപ്പമുള്ള രീതിയിലേക്ക് 20,000 രൂപ കിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമുണ്ട്.
ആ പറയണ എനിക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. അപ്പൊ അവർക്ക് 5-നോ 10-നോ കിട്ടിക്കാണും, അത് എടുത്തോട്ട് നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ആര് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്കുള്ളത് എങ്ങനെയാണെങ്കിലും എനിക്കുള്ളത് എങ്ങനെയായാലും എനിക്ക് വരും, അതെനിക്ക് ഉറപ്പാണ്. മലയാളത്തിൽ ഒരു വർക്കും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ ഭഗവാനെ, ഞാൻ എൻ്റെ അമ്മ എങ്ങനെ പോറ്റെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഭഗവാനെ വിളിച്ചു. എനിക്ക് 3-4 തമിഴ് പടം ചരേന്ന് ഞാൻ ചെന്നൈ തന്നെയായിരുന്നു കുറേ നാൾ. ചെന്നൈ തന്നെയായിരുന്നു ഞാൻ. എന്ന് കരുതി മലയാളത്തിന് വിളിച്ചാൽ മലയാളത്തിനും പോകും. ചിലർ പറഞ്ഞു ഞാൻ മലയാളം ഇനി ചെയ്യണില്ല എന്ന് പറഞ്ഞത്. പക്ഷെ സംബന്ധിച്ചിടത്തോളം മലയാളം, തമിഴ് അങ്ങനെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഒന്നും ഇല്ല. അല്ല, ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവർ വല്ല കന്നഡയോ തെലുങ്കോ എനിക്ക് കൊണ്ടുവന്ന് തരട്ടെ, ഞാൻ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. കല്യാണം ഞാൻ എന്താ ഇവരോടൊക്കെ സമാധാനം പറയേണ്ടത്? പക്ഷെ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമല്ലോ, അത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. ഒരാൾക്ക് ഒരു നാഴി കഞ്ഞി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാഴി കഞ്ഞി കുടിക്കുന്നത് മുടക്കാൻ നടക്കരുതായിരുന്നു. അത് ദൈവത്തെ ഓർത്ത് കാല് പിടിച്ച് പറയണം. ഈ വേണ്ടാവ്യാധികൾ, എന്താ പുരാതികൾ പറയണത് ദൈവത്തെ ഓർത്ത് നിർത്തുക. പറയണത് സത്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അതിന്റെ തെളിവടക്കം. അതല്ലാണ്ട് കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്ത് എൻ്റെ 95 വയസ്സായി എൻ്റെ അമ്മയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കാനാണ്. ഭർത്താവില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. എനിക്കൊരു കട്ടൻ ചായ പോലും തരാൻ ആരുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ജീവിച്ചു പൊക്കോട്ടെ, എനിക്ക് പാര പണിയാതെ ഇരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ഇല്ലെങ്കിൽ വിളിക്കണ്ട. നിർബന്ധിച്ച് എനിക്ക് വിളിക്കാൻ പറയാൻ പറ്റില്ലല്ലോ നിങ്ങളോട്. പക്ഷേ ഉപദ്രവിക്കരുത്, അത്രയേ ഉള്ളൂ. ഇപ്പൊ മലയാള പടം ചെയ്തു, 3-4 പടം ചെയ്തു. ചെറിയ വേഷങ്ങളാണ്, 1-2 ദിവസങ്ങളൊക്കെ ഉള്ളൂ. സന്തോഷം, ഉള്ളതല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അതിലെനിക്ക് ഒരു പരാതിയില്ല. ഞാൻ എന്നാൽ അങ്ങനെ കടുക് കീറി കണക്ക് പറഞ്ഞ് വഴക്ക് കൂടി കാശ് വാങ്ങുന്ന ഒരു വ്യക്തിയല്ല. അത് ഞാൻ ചെയ്ത് എല്ലാവർക്കും അറിയാം. 10-400 മലയാള പടത്തിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ. എണ്ണയൊക്കെ കൂടുതലേ ഉണ്ടാവുള്ളൂ, കുറവാകാൻ സാധ്യതയൊന്നുമില്ല. പടം കൊണ്ട് ഞാനിവിടെ ഈ സ്ഥലത്ത് വന്നിട്ട് ഞാൻ 3 മാസം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീടിന്റെ പരിസരത്തുള്ളവരെ കണ്ടത്. ഇവിടുന്ന് പോയിട്ടേക്ക് വരാൻ പറ്റില്ല, അതുപോലെ ഞാൻ പടം ചെയ്തായിരുന്നു. പിന്നെ അപ്പൊ കുറെ ഒരാൾ പറയണ, ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ 3 ആളുണ്ട്. 3 ആള് 3 പേരോട് പറയുമ്പോ അത് 6 പേരായി. ആ 6 പേര് വേറൊരു 6 പേരോട് പറയുമ്പോ 12 പേരായില്ല. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ തന്നെയാന്ന് പറയുന്നത്. പരദൂഷണം. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് എൻ്റെ എത്തുന്ന നല്ല സ്വഭാവം പറഞ്ഞ് നല്ലോണം കേട്ടില്ല, ഞാൻ ഇളിച്ച് കാട്ടിയിട്ട് ഇവിടുന്ന് ഇതും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പാര പണിയത് ഞാൻ അറിയോ? ഈ പറയുന്നവരെന്നോട് പറയോ? ഷാനു പറഞ്ഞതെന്ന് ആരും പറയൂ? ഷാനു അതിൻ്റെ കൂടെ 2 പെൺപിള്ളേരുണ്ടായിരുന്നു, അവരാ പറഞ്ഞതെന്ന് ആരെയും പറയോ? അപ്പോൾ അതാണ് ദൈവത്തെ ഓർത്ത് ആ ഒരൊറ്റ അപേക്ഷ ഞാൻ എല്ലാവരോടും പറയുകയാണ്. ഇത് കാണുന്നതും കേൾക്കുന്ന എല്ലാവരോടും, എന്നെക്കുറിച്ച് എന്നല്ല, ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും പറയാതിരിക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ കൊടുക്കണ്ട, കൊടുക്കുന്നത് മുടക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ട് പറയാൻ. ചേച്ചി ഒരുപാട് പടത്തില് വെള്ളം അടിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ചേച്ചി റിയൽ ലൈഫിൽ അങ്ങനെയാണോ അതോ? അതെ, ഈ ഒരു സംശയം മാത്രമേ ബാക്കിയില്ലേ. എല്ലാരും ചോദിച്ച് കഴിഞ്ഞതാണ്. എല്ലാരെയും തന്നെ പുറത്തിറങ്ങിയാല് പറയാ ഞാൻ ഫുൾ മദ്യപാനിയാണ്. അത് ഇവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു, ആ സംശയം തീർന്നു. മോളെ, ഞാൻ ഇതുവരെ ആ സാധനം തൊട്ടിട്ടില്ല. അത് തൊടുന്നത് എനിക്കൊട്ട് ഇഷ്ടമല്ല. അത് കഴിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ നന്നാക്കിയ ആൾക്കാർ തന്നാവോ? ഇല്ല. എൻ്റെ ഭർത്താവ് അത്യാവശ്യമൊക്കെ വീഴ്ച വരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ബസ് കണ്ടക്ടർ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പച്ചാളത്തുനിന്ന് ഞാനും ഹസ്ബൻഡും കൂടി വരിക. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 പിള്ളേർ, ചെറുപ്പക്കാർ, ഒരു 10-30 വയസ്സൊക്കെ ആയി കാണും. അപ്പോൾ ഇറങ്ങിയിട്ട് എന്നെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയോട് പറഞ്ഞു, ഞങ്ങളൊരെണ്ണം വാങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ എവിടേക്ക്? വീട്ടിലേക്ക്. എന്തിനാ? മേഡം ഒന്നും കുടിക്കുന്ന കാണാനാന്ന് പറഞ്ഞു. ഓ അതിനാണോ? മേഡം കുടിക്കുന്ന കാണാനാണോ? ഒരു കാര്യം ചെയ്യുക, ഇത്ര വേണ്ട, ഇത്ര ഉള്ളത് വാങ്ങിയിട്ട് വാ, ഫുള്ള് വാങ്ങിയിട്ട് വാ, ഞാൻ കുടിച്ച് കാണിച്ചു. മേഡം കുടിക്കണ നിങ്ങളെ കാണില്ല. എല്ലാവരും കാരണം ഞാൻ ഒറിജിനലായിട്ട് മദ്യപിക്കുന്ന. അപ്പൊ അങ്ങനത്തെ സീനൊക്കെ ചെയ്യുമ്പോഴേ ആ ഒറിജിനാലിറ്റി എങ്ങനെയായിരിക്കും വരിക? ഇത്തിരി കഴിച്ചിട്ടുള്ള ആൾക്കാരാകുമ്പോ നമുക്കത് എങ്ങനെയാന്ന് അറിയാൻ പറ്റുള്ളൂ. അതല്ലേ? അതെ. അപ്പൊ ഇവിടെ ഇരുത്തി എന്നെ കൊണ്ട് കഴിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല മോളെ, നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറെ മനസ്സിലാദ്യം കാണും. കാര്യം ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മളൊന്നും മദ്യപിച്ച ആൾക്കാരെ കാണാത്തവരില്ല. പിന്നെ ചിലരും മദ്യം കഴിക്കുന്നവരുണ്ട്, ചിലരും മദ്യം അവരെ കഴിക്കുന്നവരുണ്ട്. അതാണ് താങ്ങാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും ശരിക്ക് കുറച്ച് മദ്യപിച്ച് അത് ഇതാക്കിയാൽ അവരെ നാക്കൊന്ന് കുഴയുമ്പോൾ അവരെ നടത്തത്തിന് ഒരിക്കലും പ്രശ്നം വരും.
പിന്നെ ഞാനൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭഗവാനോട് പറയും ഞാൻ ചെയ്യാൻ പോണത് എന്നതാണ്, അത് നീ എന്നിൽ അങ്ങ് പൂർത്തീകരിച്ച് തന്നോന്ന് പറയും. പിന്നെ ഒന്നും ഞാനല്ല, എനിക്ക് ഒന്നും ഞാൻ അങ്ങോട്ട് ചെയ്യും. ഇപ്പം ഞാൻ 1 man ഷോ ചെയ്യാറുണ്ടായിരുന്നു വെള്ളടി. അപ്പോൾ ഈ അങ്കമാലി ഒരു ഈ ചാരായക്കാരുടെയാണ് ആയിരുന്നു തോന്നുന്നു, ചാരായം മാറ്റി ഒക്കെ ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ ഒരു ഇത് നടത്തുന്ന വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് ഞാനൊരു 1 man ഷോ ചെയ്തു. 1 man ഷോ ചെയ്യുന്ന ഞാൻ ഈ മദ്യപാനമാണ്. മദ്യപാനം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് പരിപാടി നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടുന്ന് കയറി വരും, ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ പരിപാടിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അവരതിനെ പറയും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉടക്കിയിട്ട് പോരുന്നൊരു സീന്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പൊ പൊക്കമുള്ള സ്റ്റേജാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പിടിച്ച് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ വലിയ വെട്ട് ക്ലാസ് എന്നാണ് പോലെ ഇനി പറയാം, എനിക്കറിയില്ല എത്ര പോലെ ക്ലാസ്, വലിപ്പമുള്ള ഒരു ക്ലാസ്സിൽ ഒരു കടലാസൊക്കെ ഇട്ട് മൂടി എന്നിട്ട് ഇറക്കുമ്പോ ഇതാന്ന് പറഞ്ഞു. അപ്പൊ കെട്ടിയെന്ന് ചോദിച്ചാൽ എന്താ, ഒന്നുമല്ല, അപ്പൊ കുടിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുടിച്ചതെന്നല്ല കഴിച്ചതൊക്കെ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, ഇതങ്ങനെ പുറത്തുള്ളാനും എനിക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ കഴിക്കില്ല കേട്ടോ. പിന്നെ ചേട്ടൻ ആരോടാ ഈ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ കണ്ടില്ല, വന്ന വരവ് തന്നെ ഞാൻ കണ്ടതാ, ആ ആൾക്കാരുടെ കൂടി വന്ന വരവ് ഞാൻ കണ്ടതാ, എന്നോടാണോ പറയണത്, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്കതിലൊക്കെ വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം എല്ലാതും മിക്കവാറും ഇതില് ഇപ്പം തമിഴില് ഇപ്പൊ ഞാനൊരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശ്വാസമേ എന്നുള്ള പടം ചെയ്യാൻ പോയപ്പോ അതിന്റെ പിന്നെ സോങ്ങില് ഡാൻസ് മാഷ് തമിഴന്മാരാണ്. അപ്പം എന്റെ പേര് അവിടെ മരുതുപാട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. കുളപ്പുള്ളി ലീലാന്നോ ലീല ചേച്ചിയെന്നോ അമ്മ എന്ന് പറഞ്ഞാൽ അറിയാം. മരുത് എന്നുള്ളതിൽ വിശാലിന്റെ മരുത് എന്ന പടത്തിന്റെ പേര് മരുത് പാട്ടി എന്ന് എല്ലാവരും പറയാ. അപ്പോൾ കുളപ്പുള്ളി ലീല ചേച്ചി വന്നിട്ട് ലീലാമ്മയെന്നൊക്കെ വിളിച്ച് എല്ലാവരും മേടം കീഴെന്നൊക്കെ വിളിച്ച് വന്നിട്ട് നിൽക്കുമ്പോഴാണ് ഡയറക്ടർ ക്യാമറയുടെ ഉള്ളിൽ കൂടി കാണുന്നത് ഈ പിന്നെ ഡാൻസിന്റെ ഡയറക്ടർ. അപ്പോൾ ഓടിയല്ലേ. അപ്പോൾ ഇവര് പറഞ്ഞത് ആ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഒരുത്ത മദ്യം കഴിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മദ്യം വാങ്ങി സാരിയുടെ തലയോട് മറച്ച് കുടിക്കുന്ന സോങ്ങില്. എന്നിട്ട് പിന്നെ ഒരു ദിവസം എനിക്ക് വർക്കില്ലാത്ത ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റില്ല, സാറിന് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ സാറ് ഓടി വന്നിട്ട് പറയാം, ഞാൻ ഉങ്ങളൊന്നും എനിക്ക് തരില്ലമ്മ, നിങ്ങൾ മരുത് പാട്ടിയും சொன்னா மட்டும்தான் எங்களுக்கு தெரியும், உங்களை എനിക്ക് തരില്ല, അതിനാൽ തല്ലേനാ ഇതൊക്കെ മുന്നാടിയേ നിങ്ങളെ ഞാൻ കൂപ്പിടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഞാൻ മദ്യപിക്കില്ല എന്നല്ല, സോഡ പോലും കുടിക്കില്ല. പക്ഷെ അങ്ങനെ മദ്യപിച്ച പോലെ ആ ഒരു ഫീൽഡ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത് വലിയൊരു അങ്ങനെന്തോ. എന്റെ അമ്മയ്ക്ക് നാളെ കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈശ്വരൻ തന്ന അനുഗ്രഹം, പിന്നെ എന്റെ അമ്മയുടെ അനുഗ്രഹം, വേറെ ഒന്നുമില്ല എനിക്ക്. ഞാൻ ആരുമല്ല, സിനി ഫീൽഡിൽ ഞാൻ ഒരു നഴ്സറി കുട്ടിയായിരുന്നു, ഒന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് ചെയ്യാൻ സാധിക്കണേന്ന് ക്യാമറയ്ക്ക് മുന്നേ നിൽക്കുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കും. അത് ഇതുവരെ ആരും അയ്യേന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അത് ആ ക്യാരക്ടറായിട്ട് എന്താ പറയാ ജീവിക്കാന്നൊക്കെ പറയല്ലേ, അങ്ങനെയാണ്. അത് താന്തോന്നിയിലേക്ക് അതിലാരും ഒരാൾ മരിച്ചു പോയി തോന്നുന്നു, ആരും എനിക്കറിയില്ല, എഴുതിയാളോ ഡയറക്ടർ 2 പേരും കൂടിയാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി സ്വരാജിന്റെ അമ്മയായിട്ട് ഒരു സീനുണ്ട് ഇതിനകത്ത്, ഡയലോഗൊക്കെ ഓവർലേപ്പാണ്, പക്ഷെ ഡയലോഗ് കേട്ടിട്ട് പ്രേക്ഷകർ ചിരിക്കണം തിയേറ്ററിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അല്ല ചേച്ചി വരാന്ന് പറഞ്ഞാൽ മതി, അടുത്തതിൽ നല്ല ക്യാരക്ടർ തരാറുണ്ട്, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട് മക്കളെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഏത് ക്യാരക്ടർ ചെയ്താലും ഇനിയിപ്പോൾ ഒരു സീൻ ചെയ്താലും ഒരു ഡയലോഗ് ചെയ്താലും എനിക്ക് പൈസ ആവശ്യമുള്ളൂ, എനിക്ക് ജീവിക്കണം എന്നാണ്. അങ്ങനെ എന്തായാലും ചെന്നിട്ട് ആ സീൻ. അപ്പൊ ഇവനാണെങ്കിൽ ആട് കരയണ മാതിരി അമ്മേ അല്ല സ്വരാജ് വിളിക്കുന്നത് താന്തോന്നി പടം. അപ്പൊ പറയൂ ഭൂമുഖത്തേക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തന്തയുടെ ഭൂമുഖത്ത് ചായപ്പൊടിയിലെ വെള്ളം പറയടാ, പഞ്ചാര തീർന്നിട്ട് ഒരാഴ്ചയെന്ന് പറയുന്ന സീന്. അപ്പൊ അവര് എന്നിട്ട് വിളിച്ചു, ഞാൻ പോയി. അപ്പൊ എന്നോട് പറഞ്ഞു ഇതാണ് സീന്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല, ചേച്ചി ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് അറിയാൻ വേണ്ടി സിനിമ കാണാൻ പോയി. ഞാനങ്ങനെ മൂവി കാണാൻ പോവാത്ത ആളാണ്, ഞാൻ കാണാൻ പോയി. ചെന്നപ്പോ സംഭവം സത്യമാണ്, കുലുക്കി മറക്കുകയാണ് ഓഡിറ്റോറിയം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ മനസ്സിൽ സർവ്വ ജഗദീശ്വരന്മാരുടെയും വിളിച്ചു ഞാൻ, കാരണം അത്രയും ജനം എടുത്തു എൻ്റെ ആ ഒരു ആട്ട്. തമിഴിൽ വരെ പാട്ടിക്കലായി എന്നെ കൊണ്ട് ആട്ട്. തമിഴിലും പിന്നെ നല്ല ഗോൾഡ് ക്യാരക്ടറാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഏത് ക്യാരക്ടർ ചെയ്താലും നമുക്ക് അരി മേടിക്കണം, അത്രയും. അതാണ് ഫസ്റ്റ് കാര്യം.
പിന്നെ ചേച്ചി സെറ്റിലൊക്കെ ചെല്ലുമ്പോഴേ മേക്കപ്പ് ഇല്ലാണ്ട് ചേച്ചി എങ്ങനെയാണോ ചെല്ലുന്നത് അങ്ങനെയാണ് അഭിനയിക്കുന്നത്. അതുപോലെ തുണിന്റെ തുണി വേണം തുണി വേണം അതിന് മുട്ടിന് താഴെ വേണം, ഇവിടം വരെ മതി. അതായത് കണ്ണിക്കാലൊന്നും മൂടണ്ട, ഇതുവരെ മതി. ഇതുവരെ മതി. ഇവിടെ അങ്ങോട്ട് ഞാനേലും കണ്ട് സന്തോഷിക്കാനേ സന്തോഷിച്ചോ. അല്ല ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ്? അല്ല, അതിപ്പോ അങ്ങനെയൊന്നുള്ളതല്ല. ചില സമയം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവരവിടെ കാത്തു നിൽക്കുകയായിരിക്കും. അയ്യോ അപ്പൊ സമയം റെഡി. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നങ്ങ് തുടച്ചും കഴിഞ്ഞിട്ട്. എന്തിപ്പോ മേക്കപ്പ്, ഞാൻ എന്നെ സംബന്ധിച്ച് അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഞാൻ മേക്കപ്പിലോ കോസ്റ്റ്യൂമിലോ അല്ല ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത്. നമുക്ക് തരുന്ന കഥാപാത്രം അതുപോലെ ചെയ്യാൻ സാധിച്ചാൽ മേക്കപ്പും കോസ്റ്റ്യൂമും അവിടെ ഒന്നുമല്ല. എന്നാൽ അത് വേണ്ടേ, ചില ക്യാരക്ടർക്ക് വേണം. ഇപ്പൊ ഞാനൊരു സൊസൈറ്റി ലേഡിയായിട്ട് ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ ഈ കോലത്തിൽ ചെന്ന് അഭിനയിച്ചാൽ പോരാ. അത് മുടിയൊക്കെ ഒന്ന് ടപ്പ് ചെയ്ത് മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി തേച്ച് അതിലൊരു സാരിയൊക്കെ കൊടുത്ത് അത് അല്ലാണ്ട് സാധാ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറൊന്നും അങ്ങനെ മേക്കപ്പിന്റെ ആവശ്യമില്ല. അവര് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെ ഇത്ര ചെയ്യണം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണം? ഇല്ല, ഞാൻ ചെല്ലുമ്പോ തന്നെ ഞാൻ പറയും ക്യാരക്ടർ എന്താണെന്ന് എന്നെ ക്യാരക്ടറാണ് ചേച്ചി, ഇത്ര ലൈറ്റ് പോലെ ചോദിക്കും. മതി മക്കളെ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ക്യാരക്ടർ അതാവണം എന്ന് പറയും. അതെല്ലാ മേക്കന്മാർക്കും എന്നെ സന്തോഷമാണ്. അതുപോലെ ഞാൻ എപ്പോഴും പറയും, ജയചന്ദ്രൻ മരിച്ചുപോയി എന്നാ പറയണത് കസ്തൂരിമാൻ ചെയ്ത്. ഞാൻ പറഞ്ഞു ആ കസ്തൂരിമാൻ അത്രയും വിജയിക്കാൻ കാരണം ആ മേക്കപ്പാണ്. അപ്പൊ എന്നോട് അപ്പൊ ലോയി സാറ് പറഞ്ഞു ചേച്ചി വൃത്തികേടാക്കാൻ പറ്റുന്നിടത്തോളം വൃത്തികേടാക്കിക്കോളൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി, ഞാൻ വൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലേ അപ്പൊ സാർ അങ്ങനെ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മേക്കപ്പ് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടത്തെ പേള വെക്കാ പറഞ്ഞു ഞാൻ ജയചന്ദ്രനോട്. അപ്പൊ പറഞ്ഞു അയ്യോ ചേച്ചി അത്ര വേണ്ട, അത്ര വൃത്തികേട് വേണ്ട, ഇപ്പൊ തന്നെ നല്ല വൃത്തികേടായിട്ടുണ്ട്, അങ്ങനെ പല്ലൊക്കെ അർപ്പിച്ച് അതൊരു ജാതി ഒരു ക്യാരക്ടറല്ലേ. പക്ഷെ അതുകൊണ്ടാണ് ആ കഥാപാത്രം അത്ര വിജയിച്ചത്. അതുകൊണ്ട് ആ ക്യാരക്ടർ കസ്തൂരിമ വിജയിച്ചതാണ്. ഞാൻ എനിക്ക് ഇന്ന് തമിഴിലേക്ക് ഒരു എൻട്രി ആയത്. അവിടെ പേരെടുത്തത് മരുത്, അവിടെ എൻട്രി കിട്ടിയത് കസ്തൂരിമ. അതെ, ആ ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമില് റീൽസിലൊക്കെ ഒരുപാട് ആൾക്കാർ. ഇപ്പൊ സത്യഭാമയുടെ ഇത് വന്നപ്പോ ഞാൻ ഒരാഴ്ച ഇങ്ങനെ ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുത്തിരിക്കണം. അപ്പൊ എനിക്ക് മേക്കപ്പിൽ ഞാൻ പ്രാധാന്യം കണ്ടെത്തുന്നില്ല. മേക്കപ്പ് ഒരു മേക്കപ്പും വേണ്ട, ഒരു മേക്കപ്പ് ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഓ ശരി സന്തോഷമേ ഉള്ളൂ. പിന്നെ അതുപോലെ എനിക്ക് അധികം നല്ല വലിയ പളപള മിന്നണ സാരി കൊടുത്തിട്ട് അങ്ങനെയൊന്നും വേണമല്ലേ. ഏറ്റവും ഇഷ്ടം മുണ്ടും ബ്ലൗസും തോർത്തും. ഞാൻ അതില്ലെങ്കിൽ എനിക്കിഷ്ടം ക്രിസ്ത്യൻസ് മുസ്ലിം ക്യാരക്ടർ ചെയ്യാനാണ്. പിന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻസ് ചെയ്തിട്ടുണ്ട്, മുസ്ലിം ചെയ്തിട്ടുണ്ട്, പട്ടത്തേരി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ക്രിസ്ത്യൻ ക്യാരക്ടറായിട്ടാണ് വന്നത്, ചേർത്തിയായിട്ട്. അത് ഞാൻ ആ നാടകത്തിൽ ആ ക്യാരക്ടറാണ് ചെയ്തത്, ഒരു പുതുപ്പണക്കാരിയായിട്ടാണ് ചെയ്തിരുന്നത്. അത് പിന്നെ ചേച്ചി നാടകത്തിൽ നിന്നല്ലേ വന്നത്, അപ്പം ആ നാടകത്തിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്കുള്ളൊരു ആ ഒരു മാറ്റം എന്താണ് തോന്നിയിട്ടുള്ളത്? നാടകവും സിനിമയും തമ്മിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇല്ല, നാടകം എന്ന് പറഞ്ഞാൽ നമ്മള് അഭിനയിക്കണം, സിനിമ നമ്മൾ അഭിനയിക്കണ്ട, നാച്ചുറൽ ചെയ്താൽ മതി. കാരണം ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് ഒരു നാടകം നമ്മളിപ്പോ ഇത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10 വരി ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കേ നമ്മളുടെ ഫേസ് കാണാൻ പറ്റുള്ളൂ. അതിപ്പോ സ്റ്റേജിലത്തെ ആ ലൈറ്റ് ഇടുന്ന കാരണം കൊണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഭയപ്പാടാണെങ്കിൽ അത്രത്തോളം നമ്മൾ കാണിക്കണം. നേരെ മറിച്ച് മൂവിയിലാണ് ഒരു ഭയപ്പാടാണെങ്കിൽ അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഒരു ചായ കൊണ്ടു കൊടുക്കണം, നമ്മൾ ഇങ്ങനെ കുടുങ്ങി 4 പടി ഇളക്കിയിട്ടൊന്നും കൊണ്ട് കൊടുക്കണ്ട, നോർമലായിട്ട് കൊണ്ടുപോയി അവർക്ക് കൊടുക്കണം. വർത്താനം പറയണം, ആ ചേട്ടൻ എപ്പോഴാ വന്ന്, എന്താ വിശേഷം, ശരി എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, നേരെ വെച്ച് ചേട്ടൻ എപ്പോഴാ വന്നത്, ഞാൻ പോകട്ടെ, എന്തിനാ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ സിനിമ നാച്ചുറൽ, നാടകത്തിൽ നമ്മൾ കുറച്ച് അഭിനയിച്ചേ പറ്റൂ. തലവരെ കാണും, പക്ഷെ അങ്ങേറ്റം വരെ എന്തായാലും കാണില്ല, നമ്മുടെ വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വോയിസ് ഇടുന്നത്. ഇപ്പം ഈ മുക്കലും മൂളലും ഒന്നും വേണ്ട, എല്ലാവരും നമ്മൾ ഇതിനനുസരിച്ച് അത് നമ്മൾ കുറച്ച് ഉറക്കം തന്നെ. അപ്പൊ മൂവിയിലാണെങ്കിൽ അത്രയും മതി. കാരണം ഈ വോയിസ് നമ്മൾ ഇടുന്ന വോയിസ് അല്ലേ മൈക്കിൽ കൂടി വരുള്ളൂ. അപ്പൊ നമ്മൾ അത്ര ലളിതമായിട്ടുള്ളത് അത്ര ഒക്കെ വരാൻ പറ്റൂല ഡയലോഗിനനുസരിച്ച്. അത് രണ്ടും തന്നെയാണ്, മൂന്നും തന്നെയാന്ന് വേണം പറയാന്. പക്ഷെ ഇപ്പൊ ഒന്നും ഫിലിമല്ലല്ലോ. അപ്പൊ ഇന്ന് ചെയ്യുന്ന അത്രയും വേണ്ട അന്ന് ഫിലിമിൽ. ഞാൻ ഫിലിമിൽ 3-4 പടം ചെയ്തിട്ടുള്ളൂ, അതിനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ
പിന്നെന്ന് പറഞ്ഞാൽ ഈ നാടകം കയറി വരിക, നാടകത്തിൽ പോയ പലർക്കും ഇത് ചെയ്യാൻ പറ്റാത്ത ഓവർ അഭിനയം വരും. അതായത് അത് ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ നമ്മളാവാൻ ശ്രമിക്കുക. പിന്നെ ചേച്ചി, നമ്മൾ പണ്ട് മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്കൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾ വരിക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, സിനിമയിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്കൊക്കെ പോയാലും അത് ചീത്തയാണ്, അങ്ങനെയുള്ള ധാരണ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ചേച്ചി വരുന്ന സമയത്തും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നാടകത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ട്, കാരണം നമുക്ക് നാടകത്തിന്റെ ഡ്രസ്സുകൾ, നാടകത്തിന് സ്റ്റേജിലേക്കുള്ള ഡ്രസ്സ് അവര് തരും. ട്രൂപ്പ് നാടകത്തിൽ പോകുമ്പോൾ 1 വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്ത് ഓരോ ട്രൂപ്പിലേക്ക് പോകുമ്പോൾ, അല്ല നമുക്ക് മാറാനുള്ളത് പോകാനുള്ളതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഇത്രയ്ക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നാടകം കഴിഞ്ഞ് 5, 8, 9, 10 നാടകമൊക്കെ കഴിഞ്ഞിട്ട് അന്നം വെള്ളം കിട്ടാത്ത പോലെ ഉറക്കൊഴിച്ച് കഴിഞ്ഞ് ഇത് ഏറ്റ് വരുമ്പോ അവൾ എത്ര ദിവസമായി പോയിട്ട് വരുന്ന വരവ് കണ്ടില്ലേടി, ഇതാണ് നാടകം. ആ നാടകം എന്താന്ന് അതിന്റെ അകത്ത് കയറി ഇവര് അറിയണില്ല, പറച്ചിലറിഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മളിതൊന്നും കാര്യമാക്കണില്ല. നമ്മൾ പോണ തൊഴില്, നമ്മൾ ദൈവത്തെ സാക്ഷി നിർത്തി, നമ്മൾ കലാദേവതനെ സാക്ഷി നിർത്തി നമ്മൾ പോണു, നമ്മൾ തൊഴിൽ ചെയ്തു പോരുന്നു. പക്ഷെ മുഖത്ത് നോക്കിയാലും പറയില്ല, അതിനുള്ള ധൈര്യം ആർക്കില്ല. കേൾക്കാണ്ട് പലരും പലതും പറയും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കണം, നമ്മളെ റോട്ടിൽ കൂടി എത്ര കണ്ണോട്ടന്മാരും ഭ്രാന്തന്മാരും പോണു, എന്തെല്ലാം പറഞ്ഞു പോണു, ഭ്രാന്തന്മാർ എത്ര പോണു, നമ്മൾ നോക്കൂ. അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ അതിനൊക്കെ. അതിന്നും ഉണ്ട്, അന്നും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളായിട്ട് നടക്കണം. അപ്പൊ ഇത് ശല്യം ഇന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ശല്യം കുറെ വരുന്നത് സ്ത്രീകളുടെ നടപടി ദോഷമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളായിട്ട് നടന്നാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. അതായത് നോ ഉള്ളിടത്ത് നോ പറയണം. ഇപ്പൊ വസ്ത്രധാരണാണെങ്കിലും നമ്മൾ വേറെ എന്തൊരു കാര്യങ്ങളാണെങ്കിലും നമ്മളാണ്. അതിൽ നടന്നാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയണില്ല, ചേര തിന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടക്കേണ്ട തിന്നാ. അപ്പൊ അങ്ങനെ നടന്നോളാം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമില്ല. എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമാധാനം അപ്പൊ കൊടുക്കും ഞാൻ. ഇല്ല അങ്ങനെ അത് ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റൂല. ഈ ഇവിടെ തൃശ്ശൂര് എൻ്റെ ഹസ്ബൻഡ് അന്ന് അവിടെ മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ അതിന്റെ ഉള്ള അന്നൊരു ജോണിയായിട്ടുണ്ട്. ജോണിയായിട്ടൊക്കെ മരിച്ചു പോയിട്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ച്. അവിടെ പുള്ളി ടൈലറിങ്ങിന് പോകണം. അപ്പൊ ഞാൻ എന്നും ചോറ് കൊണ്ട് പോകും. അപ്പൊ ഞാൻ പാമ്പൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. പാമ്പൂരിന് കുറച്ചും കൂടി താമസിക്കുന്നത്. അപ്പൊ എന്നും ചോറ് കൊണ്ടുപോകുമ്പോ അന്ന് ഇതുപോലെ ചുരിദാറൊന്നുമില്ല, സാരിയാണ്. അതുപോലെ ഇപ്പൊ സാരി പിഞ്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ കൊടുക്കും സാരി അങ്ങനെ അങ്ങോട്ട് ഇടും. അല്ലാണ്ട് അത് ഫാഷനും പരിചയമൊന്നും അല്ല, അങ്ങനെ ഒന്നും ഇടുന്നു മാത്രം. അപ്പൊ ഒരുത്തരെന്നും സാരിയുടെ തല ഇങ്ങനെ വലിക്കാറുണ്ട്. അപ്പൊ അന്ന് നീളമുള്ള കാലുള്ള കുടയാണ്, 3 മടക്ക് 4 മടക്കൊന്നും കുടയൊന്നുമില്ല. ഇതും കയ്യിലുണ്ട്. അപ്പൊ ഇവനിങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണാവോ. അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ ഇവനോട് സഹകരിക്കണവരൊന്നും ചിരിച്ചു. അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടിട്ട് ഒന്ന് തരുമെന്ന് ചോദിച്ചത്. മോനെ ഇത് കെട്ടിയോനുള്ള ചോറേ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ അതിങ്ങനെ നിനക്ക് തരുമെന്ന് വെച്ചത്. അല്ല ഞാൻ കുറെ ദിവസമായി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഒറ്റയടിയുണ്ട് കൊടുത്താ കുടയുണ്ട്. അപ്പൊ തന്നെ കൊടുത്തു. ഇന്ന് തക്കുവ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് മുനിസിപ്പൽ സ്റ്റാൻഡില് ലെഫ്റ്റില്. നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അവര് ദൃക്സാക്ഷികളാണ്, അവർക്ക് അറിയാം. അപ്പൊ ഞാൻ അന്ന് അവിടെ പോയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കല്. അടി കിട്ടിയത് ഇവനെ ഓടിയിട്ട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ തന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ ചേച്ചിന്ന് വെച്ചാൽ ലീലനെ വിളിക്കാൻ, എന്താ ലീല ചിലരൊക്കെ എന്താ ചേച്ചിന്ന് വെച്ചാൽ നമ്മൾ ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കൃഷ്ണൻ്റെ ഇത് ചോറ് കൊണ്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ജോണിയേട്ടൻ പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല, ഇവിടുന്ന് കൊടുക്കായിരുന്നല്ലേ അവനെ. ഇല്ല ജോണിയേട്ടൻ എനിക്ക് ക്ഷമ ഉണ്ടായില്ല, അവനെ അവിടെ തന്നെ കൊടുത്തു പറഞ്ഞു. അപ്പൊ തന്നെ കൊടുത്തു. അതുപോലെ ഒരു നാടകത്തിന് പോകുമ്പോൾ പാലക്കാട് ഒരു ഇടവഴിയാണ്. അപ്പൊ ആളെന്നോട് പറഞ്ഞു പിന്നെ ഞാൻ വരാൻ നീ നടന്നു, ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാം. തൊട്ടടുത്തൊരു ചെറിയ ചായക്കടണ്ട്, അമേച്ചർ നാടകം. അതിന് അന്നൊക്കെ ഇത്ര ഉയരമുള്ള ചെരുപ്പാണ്, ഇന്നത്തെ പോലെ പിന്നെ വെയിറ്റ്ലെസ് ഒന്നും അല്ലാതെ 1 കിലോ ഉണ്ടാവും ഓരോ ചെരുപ്പ്. ഞാൻ ഉയരത്ര ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഉയരമുള്ള ചെരുപ്പ് ഇടുകയാണ്. ഇട്ടുമ്പോൾ എന്നും ഇങ്ങനെ കൂടെ നടന്ന് കൊടുക്കാൻ തുടങ്ങി. ഇന്നലെ കുടിച്ചോന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊടുത്തു. അത് നമുക്ക് അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിപ്പം ഒരു കളവിന് നമ്മൾ പേടിക്കണമെങ്കിൽ നമ്മുടെ മടിയിൽ കനുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ടു. നമ്മൾ ആരുടെയും സാധനം മോഷ്ടിച്ചിട്ടില്ല, നമ്മൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. നമുക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല.
പക്ഷേ വെല്ലുവിളിക്കൊന്നും ഞാൻ തയ്യാറല്ല കേട്ടോ. എന്തായാലും ഒരാളെയും പേടിക്കാതെ ഏത് പാതിരയ്ക്കും പലിശയ്ക്കും ഞാൻ നടക്കുന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഞാൻ നടക്കില്ല. നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള കാരണം എനിക്ക് ഒരു 6 മണി കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റൂല, എനിക്ക് പേടിയാണ്. കാരണം ആരെങ്കിലും എവിടെയെങ്കിലും ചെന്ന് കാണിട്ട് എന്തെങ്കിലും ഒപ്പിക്കാൻ ഒരു പെണ്ണിനെ പെടുത്താൻ 10 വയസ്സായ ഒരു ആൺകുട്ടിയാണെങ്കിലും 10-25 വയസ്സൊരു പെണ്ണിനെ പെടുത്താൻ കഴിയുകയാണെങ്കിൽ, പക്ഷെ അത് വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പക്ഷെ ഞാൻ പോകണു, എൻ്റെ ജോലി ചെയ്യണു, പൈസ വാങ്ങണു, ഞാൻ ജീവിക്കണം. വേറെ ഒന്നും ഒരാൾ എങ്ങനെ നടക്കണോ എനിക്ക് അതും അറിയണ്ട. ആര് എങ്ങനെ നടക്കണോ, അവരെങ്ങനെ ജീവിക്കണോ എനിക്ക് ആരുടെയും കാര്യം അറിയണ്ട. എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പറയാറില്ല ഒരു കാര്യങ്ങളും. ഒരാളുടെ കാര്യമൊക്കെ ഇഷ്ടമല്ല പറയണത്. പരസ്പരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടല്ലേ അവൾ അങ്ങനെ, എനിക്ക് ഇഷ്ടമല്ല അത് പറയണ്ടത്, ചെറുപ്പം തൊട്ട് ഇഷ്ടമല്ല. അതിന്നില്ല. ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ പരദൂഷണം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറയാം, കുട്ടിയുടെ പേരിൽ ഞാനൊരു 100 കുറ്റം കണ്ടുവച്ചിട്ടുണ്ടാവും, എന്റെ പേരിൽ 200 കുറ്റം അപ്പുറത്തെ കുട്ടി കണ്ടുവച്ചിട്ടുണ്ടാവും. ഞാനത് കുട്ടീനെ കുറ്റം പറയുന്നത് ഞാനത് അറിയണില്ല. പക്ഷെ ഈ കുട്ടീനെ കുറ്റം പറഞ്ഞ അതിന്റെ ദോഷം എനിക്കാ കിട്ടുക. അപ്പൊ ഭഗവാൻ പറഞ്ഞെന്താ പറയാ, അത് ശരി, നീ പറയടി, നീ എത്രത്തോളം പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ഞാൻ കൊട്ടക്കണക്കിൽ തരാം. നേരെ മറിച്ച് മനുഷ്യനോട് പകരം ചെയ്യാനും നമ്മൾ തയ്യാറല്ല. നമ്മൾ ചെയ്താൽ അത് കുറഞ്ഞു പോകും. അപ്പൊ ദൈവം കൊടുത്താൽ അത് ഇഷ്ടംപോലെ കൊടുത്തോളും. ഞാൻ ആരോടും പകരം വീട്ടാനോ പകരം കൊടുക്കാനോ ഒന്നും തയ്യാറല്ല. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നു, പട്ടിണി ആയാലും പാടായാലും എൻ്റെ അമ്മയെ നോക്കി ഞാൻ കിടക്കുന്നു, അത്രമാത്രം. എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. കുളപ്പുള്ളി ലീലചേച്ചിയായിട്ടുള്ള 1ാമത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും നല്ല നർമ്മ മുഹൂർത്തങ്ങളും ഒക്കെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചത്. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.